ഇനി നമുക്ക് പഠിക്കാനുള്ളത് എങ്ങനെയാണ് ഒരു എസ്സേ ക്വസ്റ്റ്യൻ മൂഡിൽ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിനായിട്ട് നമ്മൾ വീണ്ടും ടേൺ എഡിറ്റിംഗ് ഓൺ എന്നുള്ളത് കൊടുക്കുക. ഉടനെ പെൻസിലുകളൊക്കെ നിറയെ വന്നു. എനിക്ക് ടോപ്പിക് 8 ഞാനിവിടെ ഒരു ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആഡ് ആക്ടിവിറ്റി കൊടുത്തു. ആഡ് ആക്ടിവിറ്റി കൊടുത്തു കഴിഞ്ഞ ഉടനെ ആക്ടിവിറ്റീസ് എന്നുള്ളിടത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ക്വിസ് എന്ന് കൊടുത്തു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മോഡലിനെ സംബന്ധിച്ചിടത്തോളം ഏത് പരീക്ഷയും ക്വിസാണ് ആഡ് ചെയ്തു. അപ്പൊ ഇവിടെ നമ്മൾ എസ്സേ ക്വസ്റ്റ്യൻ ആണ്. എസ്സേ എന്നുള്ളത് പറഞ്ഞു. ഇവിടെ നമ്മൾ പറഞ്ഞു 200 വാക്കുകളാണ് വേണ്ടത്. നമ്മൾ അങ്ങനെ പറയുന്നു. അത് കഴിഞ്ഞിട്ട് ഡിസ്പ്ലേ കൊടുത്തു. അതിനുശേഷം എന്ത് ചെയ്തു? സേവ് ആൻഡ് റിട്ടേൺ ടു കോഴ്സ്. അപ്പൊ ഇവിടെ എസ്സേ എന്ന് പറഞ്ഞിട്ട് 200 വാക്കിന്റെ ഒരു എസ്സേയുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നോക്കുമ്പോൾ പക്ഷേ നോ ക്വസ്റ്റ്യൻസ് ഹാവ് ബീൻ ആഡഡ്. ശരിയാണ്. എഡിറ്റ് ക്വിസ് കൊടുക്കുക. എഡിറ്റ് ക്വിസ് കൊടുത്തിട്ട് 10 മാർക്കാണ് എസ്സേക്ക്, 10 മാർക്ക് അല്ലെങ്കിൽ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ പറയാം. ആഡ് എന്നുള്ളത് കൊടുക്കുക. സേവ് ചെയ്തതിന് ശേഷം ആഡ് എന്നുള്ളത് കൊടുക്കുക. ആഡ് എ ന്യൂ ക്വസ്റ്റ്യൻ. അവിടെ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്കാണ് നേരത്തെ കൊടുത്ത് ന്യൂ ക്വസ്റ്റ്യൻ എന്ന് കൊടുത്തു. അതിൽ നമ്മൾ മൾട്ടിപ്പിൾ ചോയ്സ്, ട്രൂ ഫോൾസ്, ഇവിടെ എസ്സേ കാണാൻ എസ്സേ കൊടുത്തു. ആഡ്. അപ്പൊ ഇവിടെ ഈ ഇതില് നമുക്ക് എന്തായി? ഡിഫോൾട്ട് ഫോർ എസ്സേ. എസ്സേ എന്നുള്ള ഇതിലേക്ക് വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യന്റെ പേര് നമ്മൾ പറഞ്ഞു. ഫോർ എക്സാമ്പിൾ ഫിസിയോളജി, ഇത് നമ്മുടെ കാർഡിയാക് സൈക്കിൾ ആണ്. കാർഡിയാക് സൈക്കിൾ. ഇതിനെക്കുറിച്ച് നമ്മൾ ഒരു കാർഡിയാക് സൈക്കിളിനെ 200 വാക്ക് നേരത്തെ പറഞ്ഞു. ആഡ് എ നോട്ട് ഓൺ സിസ്റ്റോളിക് മർമേഴ്സ്. എന്ന് കൂടി നമ്മൾ ഒരു അഡീഷണൽ നമ്മളൊരു റിക്വയർമെന്റ് നമ്മൾ പറയുന്നു. ഡിഫോൾട്ട് മാർക്ക് നമ്മൾ 10 മാർക്കാണെന്ന് വെച്ചാൽ 10 മാർക്ക് കൊടുത്തു. ജനറൽ ഫീഡ്ബാക്കിനെ കുറിച്ച് നമ്മളിപ്പോൾ തൽക്കാലം ഒന്നും പറയണ്ട. ഇത് ഈ കുട്ടി നമുക്ക് എഴുതി തരാനാണ് വേണ്ടത്. ആ കുട്ടി അതിൽ ടൈപ്പ് ചെയ്ത് കയറ്റണം. അപ്പോൾ റിക്വയർ ദ സ്റ്റുഡൻറ് ടു എൻ്റർ ദ ടെക്സ്റ്റ്. ഇൻപുട്ട് ബോക്സ് സൈസ് 15 ലൈൻ വേണോ കൂടുതൽ വേണോ എന്നുള്ളതൊക്കെ പറയാം. അപ്പോൾ 20 ലൈൻ നമുക്ക് തൽക്കാലം ആഡ് ചെയ്യാം. അപ്പോൾ വലിയ ബോക്സ് ആയിരിക്കും. അലോ അറ്റാച്ച്മെന്റ്സ്. അപ്പോൾ ഇതിൽ ഈ കുട്ടിക്ക് പടം വരയ്ക്കാനുണ്ടായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഒരു അറ്റാച്ച്മെന്റിനുള്ള സൗകര്യം നമുക്ക് ചെയ്തു കൊടുക്കാം. അപ്പോൾ അവർ ചോദിക്കും എന്തൊക്കെ ഫയൽ ടൈപ്സ് ആണ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ആ കുട്ടി വരച്ചിട്ട് അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് അയച്ചാലും മതി. അപ്പോൾ നമുക്ക് പറയാം ഓൾ ഫയൽ ടൈപ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ, അല്ലെങ്കിൽ ഇമേജ് ഫയൽ TIFF മോഡിലുള്ള ഇമേജ് ഫയൽ കൊടുക്കാം. JPEG ആവാം. അങ്ങനെ പല തരത്തിലുണ്ടല്ലോ. അപ്പോൾ പലതരം JPEG, അങ്ങനത്തെ JPG, അങ്ങനത്തെ ഏത് തരത്തിൽ വേണമെങ്കിൽ ആവാം. അപ്പോൾ ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളത് ഏത് വേണമെങ്കിൽ ആവാം. PDF ആണെങ്കിൽ PDF, ടെക്സ്റ്റ് ആണെങ്കിൽ ടെക്സ്റ്റ് ചെയ്ത് സേവ് കൊടുക്കാം. അപ്പോൾ ഇവിടെ ആവശ്യം നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ള അനുവദനീയമായിട്ടുള്ള എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. റെസ്പോൺസ് ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കുട്ടിയുടെ ഉത്തരം ഏകദേശം ഈ രീതിയിലാണ് എഴുതേണ്ടി വരിക എന്നുള്ളതാണ്. ഗ്രേഡർ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ടീച്ചർമാർക്ക് ഇത് കൊടുക്കുന്ന ഇവാലുവേറ്റർക്ക് കൊടുക്കുന്ന സംഗതിയാണ്. അപ്പോൾ നമ്മൾ പറയാം, നമ്മൾ 10 മാർക്കാണ്. 8 മാർക്ക് 8 മാർക്സ് ഫോർ കാർഡിയാക് സൈക്കിൾ ഡിസ്ക്രിപ്ഷൻ. 2 marks for നമ്മൾ മർമേഴ്സിനെ കുറിച്ച് സബ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. മർമേഴ്സ് അതായത് സിസ്റ്റോളിക് മർമറാണ് ചോദിച്ചത്. സിസ്റ്റോളിക് മർമേഴ്സ് എന്ന് പ്ലൂറലാണ് കൊടുത്തിരുന്നത്. സിസ്റ്റോളിക് മർമേഴ്സ്. അപ്പോൾ 2 മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ശരിയായി. അപ്പോൾ സേവ് ചേഞ്ചസ് കൊടുക്കുക. അപ്പോൾ ഇവിടെ കാർഡിയാക് സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ റെഡിയായി ഇരിക്കുന്നുണ്ട്. സേവ് കൊടുക്കുക. ഇനി നമ്മൾ ടോപ്പിക്കിൽ പോവുക. ടോപ്പിക് 8 പോവുക. 8 പോകുമ്പോൾ
എസ് എ എന്ന് പറഞ്ഞിട്ട് 200 വാക്കിന്റെ ഒരു എസ് എ ആണെന്ന് കുട്ടി കാണുന്നുണ്ട്. ഇതെടുത്തു കഴിഞ്ഞാൽ പ്രിവ്യൂ ക്വിസ്, അതായത് എസ് എ ഒരു കുട്ടി കാണുമ്പോൾ എങ്ങനെ ഇരിക്കുന്നു നമുക്കറിയാം. അറിയാൻ വേണ്ടിയിട്ട് ഇത്ര പോകുന്ന രീതിയിൽ 200 വാക്കുകൾ അവന് സൗകര്യപൂർവ്വം എഴുതാം. ഇനി ബോക്സിന്റെ സൈസ് പോരാന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ സൈസ് കൊടുക്കുക. ഇവിടെ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവൻ അതിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള അവൻ വരച്ച പടത്തിന്റെ പടം കൂടി നമുക്ക് വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ ചോദിക്കുക അവിടെ ക്യാമറ എവിടുന്ന് അലൗഡ് ആണ്, പക്ഷെ അത് നമുക്ക് അതിനുള്ളൊരു സംവിധാനം ചെയ്താൽ മതിയല്ലോ. ഇത് പരീക്ഷാ ഹാളിൽ ക്യാമറ അലൗഡ് ആണോ എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. അതിനുള്ളൊരു സംവിധാനം എന്താ വെച്ചെങ്കിൽ ചെയ്യാം, അത്രേ ഉള്ളൂ. ഇതൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു, അത്രേ ഉള്ളൂ. ഫിനിഷ് അറ്റംപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സബ്മിറ്റ് ഓൾ ആൻഡ് ഫിനിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ മാർക്കിന് വേണ്ടിയിട്ട് അധ്യാപകന്റെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ നമ്മൾ ഇത് കൊടുത്തു. അപ്പോൾ ഒന്നുകൂടി നമുക്ക് നോക്കുകയാണ്. അപ്പോൾ പ്രിവ്യൂ ഇത് ഈ കുട്ടി എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കിയിട്ട് ഫിനിഷ് അറ്റംപ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഇതായിട്ടാണ് വന്നിരിക്കുന്നത്. ആൻസർ സേവ്ഡ്, സബ്മിറ്റ് ഓൾ ആൻഡ് ഫിനിഷ്. ഇത് ഈ കുട്ടി ഇത് നോക്കിയിട്ട് അത് അധ്യാപകന്റെ അടുത്തേക്കാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഇരിക്കും. ഇത്രയാണ് നമുക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഒരു എസ്സേ അപ്ലോഡ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് പറഞ്ഞത്. താങ്ക് യു.